പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ ധ്യാനവും നമ്മുടെ ദൈവാനുഭവത്തിൻ്റെ ലെവല് വർദ്ധിക്കുന്നതിന് വേണ്ടി വേണം എൻ്റെ സഹോദരങ്ങൾ ആ ധ്യാനത്തെ സമീപിക്കാൻ. ഓരോ ധ്യാനവും ഉടമ്പടി പുതിയ കാലത്തെ ഒരു ദൈവിക പ്രാർത്ഥനാ പദ്ധതിയാണ്. ഈ പുതിയ കാലത്തെ പ്രാർത്ഥനാ പദ്ധതികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ ആഹ്ലാദവും ആത്മവിശ്വാസവും ഉണ്ട്. എന്തുകൊണ്ടാണ് ആഹ്ലാദവും ആത്മവിശ്വാസവും എന്ന് അച്ഛൻ പറയണത്? ജീവിതത്തിൻ്റെ മൽപ്പിടുത്തങ്ങളിൽ വിവിധ മേഖലയിൽ വിവിധ തരത്തിലുള്ള മൽപ്പിടുത്തങ്ങളല്ലേ നമുക്കുണ്ടത്. അങ്ങനെ എല്ലാ തരങ്ങളിലും എല്ലാ മേഖലകളിലും ജീവിതവുമായിട്ട് ഏറ്റുമുട്ടുന്നവർക്ക് വളരെ ഹൃദ്യമായ സമീപസ്ഥമാണ്. ദൈവം സമീപസ്ഥമാണെന്നല്ല ഞാൻ പറയണത്. ഉടമ്പടിയിലെ ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ അമീക്കബിളായിട്ടുള്ള പ്രസൻസാണ്, വളരെ വളരെ എന്താണ് ഹൃദ്യമായ സൗഹാർദ്ദപരമായ സാന്നിധ്യം. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരണത്, നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയണത് ഈ ഉടമ്പടിയിലെ ഉള്ളൊരു ഗുണം, ഇതിൻ്റെ ഫോർമുല കറക്റ്റാണ്. അതാണ് ഞാൻ ഈ ഉടമ്പടിയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ, നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുമ്പോഴും എൻ്റെയും നിങ്ങളുടെയും അനുഭവങ്ങളെ ഹരിച്ചും കുണിച്ചൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഫോർമുല കറക്റ്റാണ്, പക്ക ബിബ്ലിക്കലാണ്. അതുകൊണ്ടാണ് അഭിമന്യ പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇതിനെതിരെ സംസാരിക്കാത്തതിൻ്റെ കാരണം. അവൻ പറയണത് പോലെ ചെയ്യുക. ആടെ മധ്യസ്ഥതയിൽ, മാതാവിൻ്റെ മധ്യസ്ഥതയിൽ. അപ്പോൾ അവിടെ മുൻതൂക്കം വന്നത് ആർക്കാണ്? അവനെയാണ്. ആർക്കാണത്? ക്രിസ്തുവിനാണ് മുൻതൂക്കം വന്നത്. ഇതൊരു മരിയം പ്രെയർ അല്ല ശരിക്കും. ഇത് ക്രിസ്ത്രോസെൻട്രിക് ആയിട്ടുള്ള, ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സുവിശേഷ പ്രാർത്ഥനാ പദ്ധതിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ സഹോദരങ്ങൾ പലപ്പോഴും ഒരു മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആയിട്ട് ഇതിനെ സമീപിക്കുന്നുണ്ട്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഒരു പ്രയാസം ഉണ്ടായ ജീവിതത്തിൽ, ജോലി അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, അപ്പോൾ അതിലേക്ക് ഇതിനെ ട്യൂൺ ചെയ്ത് വെക്കും. അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ഔട്ട്പുട്ട് പക്ഷെ നമ്മളുള്ള പ്രശ്നം വെച്ചാൽ ദൈവത്തെ ചെറുതാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ഉടമ്പടിയിലൂടെ നമ്മുടെ സമീപനം ഇത്തിരി വൈകല്യമായത് കാരണം ദൈവത്തെയോ ചെറുതാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ലിമിറ്റ് ചെയ്യുന്ന, നമ്മളുടെ ഒരു ആവശ്യപ്രകാരം ദൈവത്തെ ഇങ്ങനെ ഒരു വരച്ച് വെക്കുന്ന നമ്മൾ. ഇപ്പോൾ നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കല്യാണം 32 വയസ്സായി, 35ആയി, ഞാൻ ഉടമ്പടി എടുത്തു, എനിക്ക് കല്യാണം പെട്ടെന്ന് നടന്നു എന്ന് നിങ്ങൾ പറയും. അപ്പോൾ അവിടെ വരുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ പക്ക കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ കുറച്ചുകൂടി നിങ്ങളത് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പുതിയ ദൈവാനുഭവങ്ങളിലേക്ക് വളരാൻ, എനിക്കെങ്ങനെയാണ് മനസ്സിലായത്? പുതിയ ദൈവാനുഭവങ്ങളിലേക്ക് വളരാൻ. ഇപ്പം തന്നെ മാതാവിനെ കാണുമ്പോൾ മലാഖ എന്താ പറയണത്? പുതിയ ദൈവാനുഭവങ്ങളെക്കുറിച്ചാണ് പറയണത്. ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് യു, അല്ലേ? വചനം എടുത്തേ, ലുക്ക 1:28. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഓക്കെ അല്ലേ? അതായത് ഇവിടുത്തെ വരുന്ന വിഷയം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നിന്നോട് കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗോഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം. കർത്താവ് നിൻ്റെ കൂടെയുള്ള കർത്താവിനെ നിനക്ക് അനുഭവിക്കാൻ കഴിയും. എന്ത് കാരണമെന്നാണ്? നിനക്ക് ദൈവകൃപ നിറഞ്ഞത് കൊണ്ട്. അതാണ് വിഷയം. അപ്പോൾ നമ്മുടെ ഒരു ചാലഞ്ച് വരണത് സിമ്പിൾ ചാലഞ്ചാണ്. നമ്മളിതുപോലെ ദൈവകൃപ നിറയുകയാണെങ്കിൽ നമ്മൾക്ക്
ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ലോജിക്കല്ലേ? സിമ്പിൾ ലോജിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അപ്പം അത് വളരെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? നമ്മളും അമ്മയെപ്പോലെ കൃപ നിറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളോർക്ക് വെച്ചാൽ കൃപ നിറയാൻ വലിയ പാടാണ്. വളരെ സിമ്പിളാണ്. കൃപ നിറയാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഹൃദയത്തെ ഒന്ന് ടാർഗറ്റ് ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ ഹൃദയം അല്ലാതെ നമ്മുടെ മൊത്തം ലൈഫ് അല്ലെങ്കിൽ മൊത്തം കാര്യവിചാരിപ്പുകൾ ഒന്നും നമ്മളിങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദൈവകൃപ നിറയണമെങ്കിൽ ഒരു ഫാക്കൽറ്റി മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതേത് ഫാക്കൽറ്റിയാണ്? ഹാർട്ടാണ്. ഹാർട്ടെന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ഹാർട്ടല്ല. ബയോളജിക്കൽ ഹാർട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ബയോളജി പഠിക്കുന്ന ഹാർട്ടില്ലേ, അതൊരു മോട്ടറാണ്. നമ്മുടെ ഇവിടെ ഇരിക്കണം മോട്ടർ, അതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അത് ഭയങ്കര അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കറണ്ടിലാണ് എത്രയോ വോൾട്ട് കറണ്ടിലാണ് ഹൃദയം പമ്പ് ചെയ്യണത്. അപ്പോൾ ഈ പമ്പിങ് നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുകയാണ്. അപ്പോൾ ബയോളജിക്കലായിട്ട് വരുമ്പോൾ അതൊരു മോട്ടറാണ്. ശരീരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ ഈ ബ്ലഡ് എത്തിക്കാൻ വേണ്ടി എത്തിക്കാൻ പറ്റാത്തപ്പോഴാണല്ലേ പ്രഷർ വരണത് അല്ലേ? ശരീരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ബ്ലഡ് എത്തിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ചില ആൾക്കാരുടെ കാലൊക്കെ ഇരിക്കണേണ്ടല്ലേ, കറുത്ത് ചൊറിഞ്ഞൊക്കെ ഇരിക്കും. കാര്യം അവിടെ വന്നിട്ട് തിരിച്ച് പോകണില്ല ബ്ലഡ് മേലോട്ട്. അപ്പോൾ അത് ഒരു മോട്ടോർ പമ്പിങ് ആണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് വൈദ്യശാസ്ത്രത്തിന് അതിൻ്റെ കുറേ പ്രൊസീജിയേഴ്സുണ്ട്. ബൈബിള് ഇങ്ങനൊരു മോട്ടറായിട്ടുള്ള ഹൃദയത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇമോഷണലായിട്ടും അതുപോലെ തന്നെ ഭക്തിപരമായിട്ടും ദൈവത്തിൻ്റെ സ്നേഹപരമായിട്ടും തിന്മയുടെ ഇരിപ്പിടമായിട്ടും ഇങ്ങനെ രണ്ടുമുണ്ട്. ജെറമിയ 17:9 ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. ഹൃദയത്തിനൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. നമ്മൾ നല്ല സ്പിരിച്വൽ എൻജിനീയറിങ് വരുമ്പോൾ, ആധ്യാത്മികമായ ഒരു എൻജിനീയറിങ് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ഹൃദയത്തിൻ്റെ ഈ വൈറ്റ്നെസ് കൂട്ടിയെടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ നിങ്ങളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ് പലപ്പോഴും. അതായത് നിങ്ങൾ കാത്തലിക്സ് കുമ്പസാരിക്കുമല്ലോ. അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ ഞാനും കുമ്പസാര ഗുരുവാണ്. അപ്പോൾ ഞാൻ കുമ്പസാരിപ്പിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പാപങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണത്, ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് നോക്കും. ആദ്യം സോഴ്സ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. കാരണം ഹൃദയം എല്ലാത്തിനേക്കാളും കൗടില്യമുള്ളതാണ്. അപ്പോൾ സോഴ്സ് അതാണ് അതിൻ്റെ ഇരുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയണത്. അപ്പം ഞാനതിനെ അഡ്രസ്സ് ചെയ്യത്തില്ല. പലപ്പോഴും പാപത്തിനെ ഡയറക്റ്റ് അഡ്രസ്സ് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ പനിയെന്ന് പറഞ്ഞത് എന്താ ഒരു രോഗമല്ലല്ലോ അല്ലേ? പനിയെന്ന് പറഞ്ഞ ഒരു രോഗമല്ലേ, ഏതോ രോഗത്തിൻ്റെ ഒരു കാരണമാണ്. ഇപ്പം നിങ്ങൾ പറയുന്നത് പനിയാണ്, തലവേദന, പനി എന്നൊക്കെയാണ് കുമ്പസാരക്കുട്ടി പറയണത്. ആത്മാവിന് പനിയാണ്, ആത്മാവിന് തലവേദനയാണ്. അപ്പം ഞാനതിനെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ബോഡി ഹെൽത്തി ആയിക്കഴിഞ്ഞാൽ ആ വിഷയം മാറും. അപ്പം ഞാനെന്ത് ചെയ്ത് ബോഡി ഹെൽത്തി ആക്കാൻ നോക്കും. എങ്ങനെ? നീ ഈ ആഴ്ചയിൽ ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തികളൊക്കെ പറയാൻ പറയും. ഒത്തിരി ഉണ്ട്, നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ വിട്ട് കാരണം ഒഴുകിപ്പോണതാ. നീ ആഴ്ചയിൽ ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തികളെല്ലാം പറയാൻ പറയും. വീട്ടുകാർക്ക് ചെയ്താലും കുഴപ്പമില്ല, ഇനി പക്ഷികൾക്ക് ചെയ്താലും കുഴപ്പമില്ല, മൃഗങ്ങൾക്ക് ചെയ്താലും നമ്മുടെ സസ്യങ്ങൾക്ക് ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഒരുമിച്ചാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ബോധം ഉണ്ടാകണം. ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദ്യം ഇവരെല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമിതമായ ചൂഷണവും നടക്കത്തില്ല. നമുക്ക് സർവ്വ് ചെയ്യാൻ പറ്റത്തില്ല, നല്ല പ്രശ്നം. പിന്നെ സർവ്വ് ചെയ്യാൻ പറ്റത്തില്ല. എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ സ്പെയിനിലും അയർലൻഡിലും ഒക്കെ ആൾക്കാർ ആകാശത്തേക്ക് മഴ പെയ്യിക്കണം. ചൂട് 50 അവിടെ. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് 50 ആയിട്ടില്ല ഇപ്പോഴും. നമുക്ക് 50 ആയിട്ടില്ല. നമുക്ക് 32, 33 അങ്ങ് നിൽക്കുകയല്ലേ.
അപ്പം നമ്മൾ പണ്ട് മഞ്ഞ് ഉരുകി നിന്ന സ്ഥലത്ത് ഇപ്പം ചൂട് കൊണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് സർവ് ചെയ്യാൻ പാടാണ്. എ സി ഒന്നുമില്ല, എ സി കിട്ടാനില്ലെന്നാണ് പറഞ്ഞത്. ജർമ്മനിയിലൊക്കെ എ സി ഫാനൊന്നും അവർ ഉപയോഗിക്കാറില്ലായിരുന്നു. എ സിയും ഫാനും ഒന്നും ഉപയോഗിക്കത്തില്ല ജർമ്മൻ. അതുള്ള ആ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ ഒന്നും എ സി ആവശ്യമില്ല, അവർക്ക് ഫാൻ ആവശ്യമില്ല, ഫാനിൻ്റെ കമ്പനിയില്ല, എ സി ആവശ്യമില്ല. പക്ഷെ ചൂട് വന്നപ്പോൾ കമ്പനിയൊന്നും ഇല്ലല്ലോ, ഇവർ എ സിക്ക് ഓട്ടമാണ്, ഫാന് വേണ്ടി ഓട്ടമാണ്. എന്നിട്ട് പറയണത് ഇപ്പം മാൾട്ടയിൽ നിന്ന് സഹോദരൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച് പറഞ്ഞത്, മാൾട്ടയിൽ ഒരു ഈ ടേബിൾ ഫാന് വേണ്ടി പിടിച്ചു പറയുക. അപ്പോൾ ഇതൊക്കെ ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങളാണ്. ക്ലൈമറ്റിന് ശരിക്കും ചേഞ്ച് വന്നിട്ടുണ്ട്, ക്ലൈമറ്റിന് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു ഹൃദയം നമ്മൾക്ക് നിലവാരമുള്ള ദൈവാനുഭവത്തിലേക്ക് വരാൻ പറ്റും. അപ്പം ഞാൻ ചോദിക്കുന്ന ആൾക്കാരോട് ചോദിക്കും, നീ ഈ ആഴ്ചയിൽ എന്തെല്ലാം നന്മകളാണ് ചെയ്തതെന്ന് പറയും. നമ്മളെ അതായത് നന്മകൾ അപ്പോൾ അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കാണും. മാളവിക പത്തനംതിട്ട അവരുടെ പേര്, അവർക്ക് അവരുടെ ഹസ്ബൻഡ് പേര് പ്രശാന്ത് എന്നാണ്. അപ്പോൾ ഇതൊരു കേസ് സ്റ്റഡിയാണ്. അപ്പോൾ മാളവിക ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് മുമ്പുമുള്ള അവരുടെ ജീവിതം പറയുന്നുണ്ട്. അത് കേൾക്കാൻ രസമാണ്. അവർ ക്യാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചത് അവിടെ പറയുന്നത്, ഞാൻ ഉടമ്പടിക്ക് മുമ്പ് ഒരു മനുഷ്യനെ മുഖത്ത് നോക്കത്തില്ലായിരുന്നു. റോഡിൽ കൂടി പോയാൽ ഞാൻ എൻ്റെ കാര്യം കടയിൽ പോയാൽ സാധനം മേടിച്ച് പെട്ടെന്ന് നോക്കി ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഇപ്പം അങ്ങനെയല്ല, ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കാം. ഒരാളിൻ്റെ ചേഞ്ചിങ് വേണ്ട, ഇപ്പം ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കാം. എന്തിനാണ് ശ്രദ്ധിക്കണത്? എന്നിട്ട് അവർക്ക് ഈശോനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന നോക്കും. ത്രൂ മീ എന്നെക്കൊണ്ട് അവർക്ക് ഈശോയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ ഞാൻ നോക്കും. ഞാൻ എന്തെങ്കിലും ഒരു അവശത കണ്ടാൽ ഞാൻ അവരോട് ചെന്ന് ചോദിക്കും, എന്താണ് വിഷയം, എന്താണ് വിഷമിച്ചിരിക്കണത് എന്നൊക്കെ അപ്പോൾ ഒരാളിങ്ങനെ ചേഞ്ച് ചെയ്യണ കണ്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ വൈറ്റ്നെസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരണം. ശരിക്കും ഉടമ്പടി അതാണ് ചെയ്യേണ്ടത്. ഉടമ്പടി വളരെ നല്ല പക്ക ട്രീറ്റ്മെൻറ്റാണ്. ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ജെറമിയ 17:9 പറഞ്ഞില്ലേ, എന്താണ്? ഹൃദയം എല്ലാത്തിനേക്കാൾ കൗടില്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഹൃദയം കൗടില്യമാണ്, നമ്മുടെ ഫെയ്റ്റാണ്, വിദ്യയാണെന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ബ്ലാക്ക് കുറക്കാൻ പറ്റും. കുറക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ മാളവിക ചെയ്തിരിക്കുന്ന പരിപാടി കണ്ടില്ല? നിങ്ങളൊന്ന് നോക്കിയേ, നമ്മളെല്ലാവരും തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ക്രിസ്ത്യനാണ്. അവർ കഴിഞ്ഞ ആഴ്ച ഉടമ്പടി എടുത്തേ ഉള്ളൂ. ആ ഉടമ്പടി എടുത്ത ശേഷം എത്ര പെട്ടെന്നാണ് ഇവർ മൊത്തം ചേഞ്ചാകണത്. ചേഞ്ചാകണമെന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിഷയം, ഉടമ്പടിയുടെ വിഷയം, ഞാനിങ്ങനെ ഈ വചന പ്രഘോഷകരെ പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അലറിക്കോയി പ്രസംഗിക്കാത്തതിൻ്റെ കാരണം ഇത് പ്രഘോഷണ ധ്യാനമല്ല, ഇത് പ്രബോധന ധ്യാനമാണ്. ധ്യാനം പലതരത്തിലുണ്ട്. കൺവെൻഷനിലൊക്കെ കാണുന്നത് എന്താണ്? പ്രഘോഷണ ധ്യാനങ്ങളാണ്. അത് ചെറിയ പ്രിലിമിനറീസിന് കൊടുക്കേണ്ട ധ്യാനങ്ങളാണ്. നമുക്കങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എന്നുള്ളതാണ്. അറിയാത്തവരെ അറിയിക്കുന്നതിനാണ് ഈ പ്രഘോഷണ ധ്യാനം. അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നതിന് എന്താ വേണ്ടത്? പ്രബോധന ധ്യാനമാണ് വേണ്ടത്. അപ്പം ഞാൻ ആ പ്രബോധന ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് അത് എന്താണ്, എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ അതിൻ്റെ ഒരു നോഹൗ ജ്ഞാനസൂത്രം, അതിൻ്റെ ഒരു എൻജിനീയറിങ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മോഡൽസ് നമ്മൾ എടുക്കും, ഇപ്പോൾ മാളവിക ഒരു മോഡലാണ്. മാളവിക എന്തുകൊണ്ടാണ് മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫ്രഷ് ഹാൻഡാണ്. അതാണ് വിഷയം. ക്രിസ്ത്യാനിറ്റിയിലെ അവരൊരു ഫ്രഷ് ഹാൻഡാണ്. അവർ ഫ്രഷ് ഹാൻഡായിട്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ബൈബിൾ ഇവർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ജ്ഞാനസ്ഥാനപ്പെടുത്തുകയൊന്നുമില്ല, മതം മാറ്റുകയൊന്നുമില്ല. നമ്മളെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിനെ വ്യക്തികളെ സ്വീകരിക്കണം. അതാണ് വിഷയം. അതാണ് ക്രിസ്തുവിനെ വ്യക്തികളെ സ്വീകരിക്കണം. അതിന് എന്ത് കാഷ്വാലിറ്റി വന്നാലും ഞാൻ അതിനെ ഫേസ് ചെയ്യും. കാര്യം നിലപാടിൻ്റെ പക്ഷപാതമാണ്. അതായത് ക്രിസ്തുവിനെ എല്ലാ വ്യക്തികളും സ്വീകരിക്കണം. അതെന്താ കാര്യം? അത് ആദ്യം മുതലേ ഉള്ള ദൈവത്തിൻ്റെ നിലപാട് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും
സത്യമാർഗം സ്വീകരിക്കണമെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 2:4. അതായത് ഈ വചനം ശ്രദ്ധിക്കണം. അതായത് 1 തിമോത്തിയോസ് 2:4. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും ഒന്ന് പറഞ്ഞ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്താ സത്യം അറിയണം എന്ന് പറയുമ്പോൾ ആരെ സത്യം എന്ന് പറയുന്നത്? ഐ ആം ദ ട്രൂത്ത് അല്ലേ? ഈശോയാണ്. ലോകത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഐ ആം ദ ട്രൂത്ത്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. സ്വരത്തില് സന്തോഷത്തോടെ ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ. ആനന്ദത്തിൻ പൂർണ്ണത. ആനന്ദത്തിൻ പൂർണ്ണതയേ ശാശ്വതമാ സന്തോഷമേ. ആരാധന യോഹന്നാൻ 14:6. ഈ വചനം വളരെ മനസ്സിൽ സൂക്ഷിക്കണം. എന്താണ് യോഹന്നാൻ 14:6? യേശു പറഞ്ഞു, യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ആരും പിതാവിന്റെ അടുത്തേക്ക് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, രാവിലെ കർത്താവിൻ്റെ ദിവസം രാവിലെ വന്നിരുന്ന് വചനം കേൾക്കാനും ദിവ്യകുർബാനയുടെ ആരാധനയ്ക്ക് പങ്കെടുക്കാനും ദൈവം നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇത് വലിയൊരു അനുഗ്രഹം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ്. എന്താ കാര്യം? എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ്. എന്താ കാര്യം? കർത്താവ് നമ്മൾ തൻ്റെ അടുത്തേക്ക് വിളിച്ചു അല്ലേ? അത് തന്നെ തൻ്റെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അടുത്തേക്ക് വിളിക്കുന്നത് ആരെയാണ്? വചനമെടുത്തേ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അപ്പൊ ഐഡിയ ഈസ് വെരി ക്ലിയർ അല്ലേ? നിങ്ങളെ കർത്താവ് അടുത്തേക്ക് ഈ പ്രഭാതത്തിലെ കർത്താവിൻ്റെ ദിവസം, നിങ്ങൾക്ക് കടങ്ങളുണ്ട്, ജപ്തിയുണ്ട്, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവ് നിങ്ങൾക്ക് അടുത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അടുത്തേക്ക് വിളിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല.
കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള ഷോർട്ട് കമ്മിങ്സ്, എന്തെങ്കിലുമൊക്കെ കൈ അബദ്ധങ്ങൾ സംഭവിച്ചാലും ദൈവം അത് റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ്, എന്തെങ്കിലും കൈബദ്ധങ്ങൾ, പാപകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക. എന്താ കാര്യം? ഡിവേർഡ് ഓഫ് ദാറ്റ് ഫാക്ട്, ആ വിഷയത്തിനേക്കാൾ ഉപരി ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ അടുത്തേക്ക് വിളിച്ചിരിക്കുന്നത്. അടുത്തേക്ക് വിളിച്ചതിന് അർത്ഥം എന്താണ്? കഴിഞ്ഞ കാല പാപങ്ങളെ ദൈവം റൈറ്റ് ഓഫ് ചെയ്തു എന്നതിന് അർത്ഥം എന്താണ്? എഴുതി തള്ളിയെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവിനെ ആരാധിക്കാനും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാനും അതിരാവിലെ, നിങ്ങൾ തന്നെ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നവരുണ്ട് വീട്ടിൽ നിന്ന് അല്ലേ? അത് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പോരുകയാണ്. അത് ഒരു വലിയൊരു അഭിഷേക തലമാണ്. കാരണം നിങ്ങൾക്ക് എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും കർത്താവ് നിങ്ങളെ കൈക്ക് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്ന കർത്താവാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയിരിക്കുന്ന റിസ്ക് എന്ന് പറയണത്, നമ്മൾ ഭയങ്കര സമ്മർദ്ദങ്ങൾക്കല്ലേ ആൾക്കാർ ജീവിച്ചിരിക്കുന്നത്. സമ്മർദ്ദത്തിനടിപ്പെട്ടാണ് ജീവിക്കണത്. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണിത്. അപ്പോൾ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ജീവിപ്പ് കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു സാക്ഷ്യം പറഞ്ഞത്, അങ്ങയുടെ പേര് ജോസഫ് ജോൺ എന്തുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ജോലി രാജിവെക്കേണ്ടി വന്നതിൻ്റെ കാരണം ഞായറാഴ്ച അവിടെ ജോലിക്ക് പോകണമെന്ന് സമ്മർദ്ദമുള്ളത് കൊണ്ടാണ്. ഞായറാഴ്ച അവിടെ ജോലിക്ക് പോകണമെന്ന് സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം 1-2 പ്രാവശ്യം ഞായറാഴ്ച ജോലി ചെയ്തപ്പോൾ തന്നെ അയാളുടെ മനസ്സ് പറയുന്നുണ്ട്, നീ ഇവിടെ അല്ല ജോലി ചെയ്യേണ്ടത്. കാര്യം നമ്മളീ വിഷയം എന്ന് വെച്ചാൽ നമ്മളതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ്. നമ്മളെ കർത്താവ് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പം ചിലയിടത്ത് പരിശുദ്ധമായി നമുക്ക് ആചരിക്കാൻ പറ്റണില്ലല്ലോ ചില ആൾക്കാർക്ക്, ഇല്ലേ? കാര്യം നമ്മൾ പല ആൾക്കാരുമാണ് നമുക്ക് തൊഴിൽ തന്നിരിക്കുന്ന തൊഴിൽദാതാക്കന്മാർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല. നമുക്ക് തൊഴിൽ തന്നിരിക്കുന്ന തൊഴിൽദാതാക്കന്മാർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല. അവർക്ക് ക്രിസ്തുവിനെ അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളവിടെ ജോലി ചെയ്യാൻ ബാധ്യസ്ഥമായിട്ട് തീരുകയാണ്. പക്ഷേ നമ്മൾ എന്തിനാണ് ഒരു പ്രാർത്ഥന വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഇങ്ങനെയുള്ള ദൈവകൃപ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകരുത്. പക്ഷേ ആ പ്രാർത്ഥന നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, എൻ്റെ മക്കളെ ഒരു പ്രോബ്ലം ഉണ്ട്, പ്രാർത്ഥനയ്ക്കല്ല പ്രശ്നം, പ്രാർത്ഥനയുടെ ആത്മാർത്ഥതയ്ക്കാണ് പ്രശ്നം. പ്രാർത്ഥനയ്ക്ക് എന്താ ആൾക്കാർക്ക് വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് അറിയാമോ? നമ്മളൊരു 100 പോയിൻ്റ് പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചോ, 100 പോയിൻ്റ് പ്രാർത്ഥിക്കുന്നു വിചാരിച്ചോ,
അപ്പോൾ അതിൻ്റെ അകത്ത് പലപ്പോഴും വരണത് അത്രയും വോളിയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ അത്രയും പ്രാർത്ഥന ഹിയർ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം പല പ്രാർത്ഥനകളുടെ പിന്നിലും ഈ ആത്മാർത്ഥത കുറവുണ്ട്. ഇപ്പം നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, ശരിക്കും പറഞ്ഞാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. അതാണൊരു പ്രശ്നം വരണത്. ഇപ്പം നമ്മൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഡു യു ആക്ച്വലി മീൻ ഇറ്റ്? അതാണ് നീ അത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടോ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഒരു വൈബ്രേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇല്ല. ശരിക്കും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഉൾപ്പെടാതെ ഇരുന്നിട്ട് എനിക്ക് ശരിക്കും ഉൾപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് വരണത് ഇല്ലേ? ഒരു കള്ളക്കണക്ക് എഴുതണം, അത് പ്രലോഭനമാണ്. കള്ളക്കണക്ക് എഴുതണം, അത് പ്രലോഭനമാണ്. അപ്പം അങ്ങനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ ആ കള്ളക്കണക്ക് നമ്മൾ ശരിയായ കണക്കെഴുതണം. ശരിയായ കണക്കെഴുതുമ്പോൾ നമുക്ക് നഷ്ടം വരും. നമ്മൾ ശരിയായ കണക്കെഴുതുകയാണെങ്കിൽ നഷ്ടം വരും. ഈ ഒരു സാധനം നമ്മൾ വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യണം. കാര്യം ഈ നഷ്ടം സഹിച്ചും, അങ്ങനെ ഒരു വാക്കുണ്ട് വചനം 15-ാം സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? പറഞ്ഞേ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ. കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ. അപ്പം ഈ ഒരു വിഷയങ്ങളിലേക്ക് വരുമ്പോൾ, ജീവിതം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ചില സമയത്ത് തട്ടും, ഫൗൾസിൽ നമ്മൾ തട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർക്ക് ദൈവമേ ചെയ്യണത് തെറ്റാണല്ലോ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് കർത്താവേ, എന്നെ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഭൗതിക ആനുകൂല്യങ്ങൾ, ഇതിൻ്റെ ഇടയ്ക്കൊരു തിരഞ്ഞെടുപ്പ് വരുന്നതിനാണ് ഈ ടെംപ്റ്റേഷൻ, പ്രലോഭനം എന്ന് പറയണത്. ഒന്നെങ്കിൽ ദൈവം. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫാണ്. കുറച്ച് ദൈവവും കുറച്ച് കള്ളത്തരവും കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ അതിന് വലിയ സ്കോപ്പില്ല. അപ്പം നിങ്ങൾ ഓർക്കും, വെച്ചാൽ പിന്നെ എങ്ങനെ ജീവിക്കും? ഈ ലോകം മുഴുവൻ കള്ളത്തരമല്ല കാണിക്കണത്. അപ്പം നമ്മൾ ചേര തിന്നണമെന്ന് അട്ടി തിന്നു കഴിഞ്ഞാൽ നടുത്തോടാൻ തിന്നില്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ആൾക്കാർ ചോദിക്കും. പക്ഷേ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഡിസിഷൻ ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് പറഞ്ഞ്, കർത്താവ് ഇങ്ങനെ ഒരു ചതിക്കുഴി ചെന്ന് ചാടിയിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണം, എനിക്ക് വേറൊരു മാർഗ്ഗമില്ല, എന്നെ സഹായിക്കണം. അപ്പം ഇങ്ങനെ അപ്പം നീ ഇങ്ങനെ കർത്താവിൻ്റെ വചനങ്ങൾക്ക് ഈ വിരുദ്ധമായിട്ട് ജീവിക്കുന്നതിന് നിനക്ക് വിഷമമുണ്ടെന്നും കർത്താവിൻ്റെ സഹിത്വം ചേർന്ന് ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെന്നും ആത്മാർത്ഥമായിട്ട്, യാന്ത്രികമായിട്ടല്ല, ആത്മാർത്ഥമായിട്ട് നിനക്ക് തോന്നുകയാണെങ്കിൽ കർത്താവ് നിന്നെ കറക്റ്റ് സ്ഥലത്തേക്ക് കൊണ്ടുവരും, പതുക്കെ. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ മറ്റുള്ളവരുടെ കോമ്പറ്റീഷന്, നമ്മളുമായിട്ട് കോമ്പറ്റീഷനുള്ള ആൾക്കാരുണ്ടല്ലോ, കോമ്പറ്റീഷൻ ഒത്തിരി ഉണ്ടല്ലോ ലോകത്ത്, കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ കോമ്പറ്റീഷൻ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ കള്ളത്തരം കാണിച്ച് 10 ലക്ഷം രൂപ കിട്ടിയാൽ നിനക്ക് നീ കോമ്പറ്റീഷൻ പങ്കെടുത്ത് അവനേക്കാൾ 11 ലക്ഷം രൂപ കിട്ടാനാണ് നമുക്ക് പ്രലോഭനം ഉണ്ടാകണത് അല്ലേ? 11 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ പ്രലോഭനം ഉണ്ടാകണത്. അപ്പം അവിടെ ഒരു പ്രശ്നം, അവിടെ ഒരു ആശയടക്കത്തിൻ്റെ പോയിൻ്റുണ്ട്. എന്താ കാര്യം? പോയിൻ്റ് എന്താ? ആശയടക്കത്തിൻ്റെ പോയിൻ്റ് എന്താ?
നീ അങ്ങനെ കള്ളത്തരം കാണിച്ച് നിനക്ക് 15 ലക്ഷത്തെക്കാളും കള്ളത്തരം കാണിക്കാത്ത 2 ലക്ഷം മതിയെന്ന് നീ തൃപ്തിപ്പെടണം. അതാണ് വിഷയം ഇരിക്കുന്നത്. കള്ളത്തരം കാണിച്ച് നമുക്ക് കിട്ടുന്ന, സർക്കാരിനെ വെട്ടിച്ചും ടാക്സ് വെട്ടിച്ചും നിനക്ക് കിട്ടുന്ന 10 ലക്ഷത്തെക്കാളും ടാക്സ് വെട്ടിക്കാതെ നിനക്ക് കിട്ടുന്ന 2 ലക്ഷം കൊണ്ട് നീ തൃപ്തിപ്പെടണം. ഇതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. ഇവിടെയാണ് ക്രിസ്ത്യൻ ആകുന്ന ചാലഞ്ച് വരണതിൻ്റെ കാര്യം. അതാണ്. വേറെ ആർക്കും ഈ നിയമങ്ങളൊന്നുമില്ലല്ലോ. ആർക്കും നിയമമില്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ക്രിസ്ത്യന് പറ്റത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവനൊരു വിഷയം ഉണ്ടാകുന്നത്, ഇപ്പോഴത്തെ ഞാൻ തന്നെ 2004 ഡിസംബർ 7-ാം തീയതി ഇവിടെ ഇതുപോലെ ഈശോ ഉള്ളപ്പോൾ ആണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇത് 10 കൊല്ലത്തോളം ഞാനിത് അനങ്ങാതെ നടന്നു. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കേരളത്തിലൊരു ബിഷപ്പിൻ്റെ അടുത്ത്, ഒരു പ്രായമായ ബിഷപ്പിൻ്റെ അടുത്ത് ഇവിടുത്തെ നമ്മുടെ കുറച്ച് സഹോദരങ്ങൾ, തങ്കച്ചായനും സണ്ണിയൊക്കെ ഉൾപ്പെടെ സഹോദരങ്ങൾ ബിഷപ്പിനെ ജവന്മാരെ ആരൊക്കെ വിളിക്കാൻ ചെന്ന് പ്രായമായ ബിഷപ്പാണ്. അപ്പോൾ ചെന്നപ്പോൾ ഞങ്ങളെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തോട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ റാലി ആരംഭിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിതാവ് ചോദിച്ച് ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? അത് ജോസഫത്തിന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഉടനെ ബിഷപ്പ് ചോദിക്കണേ, ഇക്കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമെന്ന്. ഫസ്റ്റ് റെസ്പോൺസ് അതായിരുന്നേ. ആ പിതാവിന് അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല. എനിക്കും അങ്ങനെ തോന്നിയത്. ഞാനിത് ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളിത് വല്ല എന്തോ തരികിട ആളെ കൂട്ടാൻ വേണ്ടിയുള്ള എന്തോ തരികിട പരിപാടിയായിരിക്കും എന്ന് അതിനെ സഭയെന്നെ വെറുതെ വിടുക. കാര്യം ഇങ്ങനെ ആളെ കൂട്ടിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ്? സഭയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം, ഞാനല്ലല്ലോ. ഞാൻ സഭയിലൊരു എളിയ ശുശ്രൂഷകൻ മാത്രമല്ലേ. അപ്പോൾ കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡായിട്ടുള്ള കൃത്യമായിട്ട് കനൽ ലോയും മൊറൽ തിയോളജിയും ഒക്കെ ആയിട്ട് ബേസ്മെൻ്റ് ഉള്ള, വളരെ ചോദിക്കാനും പറയാനും തിരക്കാനും അന്വേഷിക്കാനും പഠിക്കാനും വിശദീകരിക്കാനും കൃത്യമായിട്ട് ആൾക്കാരെ നയിക്കാൻ വേണ്ടി ഉത്തരവാദിത്തമുള്ള ഒരു സഭയാണിത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് അത് പ്രത്യക്ഷപ്പെട്ട് ഇത് പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞാൽ അവർ ആളെ കൺസിഡർ ചെയ്ത് കളയുള്ളൂ, സസ്പെൻഡ് ചെയ്ത് കളയും, വേറെ പ്രശ്നമൊന്നുമില്ല. അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ നൂറ്റട നിന്ന് 10 കൊല്ലം പ്രാർത്ഥിച്ച്, അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, അഖണ്ഡ ജപമാല. പക്ഷെ എനിക്കറിയത്തില്ല. ഞാൻ അമ്മയോട് പറയും, അമ്മേ ഇത് ഞാൻ ജനങ്ങളോട് പറഞ്ഞ കാര്യം, ഞാൻ മാത്രമേ കണ്ടുള്ളൂ മാതാവിനെ, വേറെ ആരും കണ്ടില്ല. അപ്പോൾ ചോദിക്കുന്നവരൊക്കെ പറയണം, ഞാൻ സ്വകാര്യമായിട്ടൊക്കെ ഇത് നമ്മുടെ അച്ഛനോട് പറയുമ്പോൾ ജോസഫ് അച്ഛാ വേറെ ആരെങ്കിലും കണ്ടെന്ന് ചോദിക്കൂ. ഞാൻ വേറെ, അതാണ് അവർ ചോദിക്കണേ എന്നൊക്കെ, ജോസഫ് അച്ഛാ വേറെ ആരെങ്കിലും കണ്ടായിരുന്ന എന്നിട്ട് ഇത് നിങ്ങൾക്ക് വല്ലതും തോന്നിയത് വല്ലതാണെന്നുള്ളതാണ് പ്രശ്നമേ. അതായത് ചോദിക്കണ അവിശ്വാസം തന്നെയാണത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ വാടിപ്പെട്ടിയിൽ അമ്മയുടെ, അതായത് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയപ്പോൾ നന്ദി പറയാൻ വേണ്ടി മധുരയിൽ നിന്നാണ് കിട്ടിയത്. മധുര യൂണിവേഴ്സിറ്റി നേരെ അമ്മയുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലം വാടിപ്പെട്ടിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്കകത്ത് കയറാൻ പറ്റാവുന്നത്. നീ ഇവിടെ കയറേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിനേക്കാളും വളരെ വ്യക്തമായിട്ട്, കാര്യം സമയ ഘടികാരമല്ലേ, നിസ്സാര കാര്യമാണോ. അതായത് സിൽവർ ഗ്രേ, ഇതുവരെക്കും പ്രത്യക്ഷപ്പെടാത്തൊരു കളറാണ് സിൽവർ ഗ്രേ. ലോകാവസാനത്തിൻ്റെയും കാലവർഷത്തിൻ്റെയും ഒക്കെ ദുരന്തത്തിൻ്റെ കളറാണ്. എന്നിട്ട് നടുക്ക് മാതാവിൻ്റെ നെഞ്ചത്ത് വിമലഹൃദയമൊന്നുമല്ല, ഈ വിമലഹൃദയമാണ് ഇവിടെ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് എന്നല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട ക്ലോക്കാണ്, സമയഘടികാരമാണ്. അത് 10:08 സൂചി കാണിച്ചതാണ്. സഭ അത് എന്നെങ്കിലും പഠിച്ച് ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സത്യാവസ്ഥ സഭയ്ക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് നിയമപരമായിട്ട് മാതാവിൻ്റെ യഥാർത്ഥ പ്രതിഷ്ഠ വെക്കാൻ പറ്റത്തുള്ളൂ, ഇത് വിഷയക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നിട്ട് ഞാനവിടെ അമ്മ പറഞ്ഞ പോലെ ഞാൻ വാടിപ്പെട്ടി കയറിയില്ല, പതുക്കെ എന്ന് പ്രാർത്ഥിച്ചിട്ട് സങ്കടപ്പെട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കണം, അവിടം വരെ ചെന്ന് 30 കിലോമീറ്റർ ഉണ്ട് മധുരയിൽ നിന്ന്. അവിടെ ചെന്നിട്ട് കയറാതെ പോകണമെന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് അറിയാവില്ല. അപ്പോൾ എത്ര സീരിയസ് വിഷയം ഉണ്ടെന്നല്ല, സീരിയസ് വിഷയം എൻ്റെ മനസ്സിലേക്ക് തോന്നി. അത് സീരിയസ് ആണ് അമ്മ പറഞ്ഞത്, വിഷയം സീരിയസ് ആണെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വന്ന എനിക്ക് അമ്മ പറഞ്ഞത് ബോൾഡായിട്ട് പറയേണ്ടതായിരുന്നതാണ് അമ്മയുടെ ഒരു മനസ്സിരിപ്പ്. എന്ത് വിഷയം ഇത് സത്യസന്ധമായ കാര്യമല്ലേ, അതിൻ്റെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നീ അഭിമുഖീകരിക്കണം, നീ മുന്നോട്ട് പോകണമെന്നാണ്. അതാണ് നമ്മുടെ മനസ്സിരിപ്പ്. പക്ഷെ അതുകൊണ്ടാണ് വാടിപ്പെട്ടി വന്നപ്പോൾ വളരെ കറക്റ്റ് ഡിസിപ്ലിനറി ആക്ഷൻ പോലെ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചത്. പക്ഷേ എന്താ പറ്റിയത്, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ പ്രത്യക്ഷ പ്രാർത്ഥന എൻ്റെ നാക്കിൽ വന്നത്, അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. കണ്ട എന്ത് കൊച്ചു പ്രാർത്ഥനയാണ്. ദശവത്സര പ്രാർത്ഥന എന്താണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന പേര്. എന്താ കാര്യം, 10 വർഷം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഈ പ്രാർത്ഥന നിന്നത്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപ, അത് 6 മാസമേ ചെല്ലുള്ളൂ. 6 മാസം എന്ന് പറയുന്നത് രസമാണ്.
ഇവിടെ അത്രയൊന്നും ആൾക്കാരൊന്നും വരത്തില്ലായിരുന്നു. ഇവിടെ 10 കൂടിപ്പോയാൽ ഒരു ആഴ്ച, ഒരു മാസം ഒരു പ്രാർത്ഥന ഉണ്ടാകത്തുള്ളൂ. അത് ചൊവ്വാഴ്ചയാണ്. അതിന് 2,500 പേര് വരും. പക്ഷെ 10,000 പ്രാർത്ഥന അടിച്ചിരിക്കണത്. അപ്പം ഞാനിവിടുത്തെ ഒരു ബ്രദറിനോട് പറഞ്ഞു, നീ അവിടെ നമ്മുടെ മലയാറ്റൂർ മലയുടെ താഴെ പോയി നിൽക്കുക, എന്നിട്ട് മലയിറങ്ങി പ്രാർത്ഥിച്ച പിന്നെ ആൾക്കാരില്ലേ അവർക്കെല്ലാം പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. അപ്പം അത് ഈ കൊച്ചു പ്രാർത്ഥന അവർക്കെല്ലാം കൊടുക്കും. അമ്മയെ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി. അപ്പോൾ എന്തോ ഒരു മനുഷ്യർ 6 മാസം പ്രാർത്ഥിച്ചപ്പോൾ തന്നെയാണ് ഉടമ്പടി തന്നത് അമ്മ. പിന്നെ നമുക്ക് അതായത് ഉടമ്പടി തരണേന് ഉടമ്പടി അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അതിനുശേഷം ഉടമ്പടി തരിക മാത്രമല്ല ചെയ്തത്, ആ ഉടമ്പടിയുടെ കൂടെ അവിടെ ഉടമ്പടിയെ സത്യസന്ധമായിട്ട് കാണുന്ന ആൾക്കാരുടെ കൂടെ അമ്മ പോവുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷിയുണ്ട്. അതായത് സൂസൻ തിരുവല്ലയുടെ വിഷയം എന്ന് പറയണത്, സൂസൻ തിരുവല്ല ഗൾഫിലൊരു സ്ഥലത്ത് വർക്ക് ചെയ്ത് അവർക്ക് അവരുടെ ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ശമ്പളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞ് കാശുരൂപം ആരോ കൊടുത്തു. അവർക്ക് കൃപാസന മാതാവിൻ്റെ കാശുരൂപം അവർക്ക് കൊടുത്തു. അപ്പോഴേ ഇവളിങ്ങനെ ഇത് ഷിഫ്റ്റ് ചെയ്യണമല്ലോ, ജോലി ഷിഫ്റ്റ് ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യണോ, പോയാൽ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഉള്ളത് കൂടി പോകില്ല, വെള്ളത്തിലാകും, എല്ലാം പട്ടിണിയാകില്ല. അപ്പോൾ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റണില്ല. പറ്റാത്ത സമയത്ത് ആണ് ഈ അമ്മ കയറി വരണത് ഒരു കുഞ്ഞ് കാശുരൂപമായിട്ട്. ആ കാശുരൂപം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ അവർക്ക് കൊടുത്തത്, ഇനി നിൻ്റെ കാര്യമെല്ലാം സ്റ്റീർ ചെയ്യണത് കൃപാസന മാതാവായിരിക്കും. എപ്പോഴായാലും ഇനി അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ നീ ബോൾഡായിട്ടിരിക്കണം. ഓസ്കി പരീക്ഷയൊക്കെ ഉണ്ട്, അതൊക്കെ ശരി, പക്ഷേ നീ ബോൾഡായിട്ടിരിക്കണം. ഇവരെന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇവർ ബോൾഡായിട്ടിരിക്കണമെന്ന് ഈ ഒരു കുഞ്ഞു കാശുരൂപത്തിൽ തുടങ്ങുന്ന ജീവിതമാണ്. ഇവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടനെ വീടെല്ലാം അടിച്ചു വാരി. അതാണ് വിഷയം. അതാണ് ഈ ആൾക്കാർ ഈ വിഷയത്തെ സമീപിക്കുന്ന രീതികൾ ഭയങ്കര വ്യത്യാസമാണ്. അവരാദ്യം ചെയ്തത് വീടെല്ലാം അടിച്ചു വാരി പൊടിയും അഴുക്കും എല്ലാം കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി ഓർഡർ. കാര്യം അമ്മ ഈ വീട്ടിൽ വരണമുള്ളതാണ്. പിന്നെ ലൈഫ് മാറുകയാണ്. അതാണ് വിഷയം. ഇപ്പം അതായത് നമ്മൾ ചില ആൾക്കാർ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് വളരെ സത്യസന്ധമായിട്ട് ഫിസിക്കലായിട്ടാണ് അവരെടുക്കുന്നത്, സ്പിരിച്വലായിട്ടല്ല. ചില ആൾക്കാർ സ്പിരിച്വലായിട്ടാണ് എടുക്കുന്നത്. കുറച്ച് നീലങ്ങൾ കൊണ്ടേ വെച്ച് തിരി കൊണ്ടേ വീട്ടിൽ വെത്തി അത്യാവശ്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കും, അത് സ്പിരിച്വലാണ്. ചില ആൾക്കാർ ഫിസിക്കൽ കവനൻ്റാണ് എടുക്കുന്നത്. ഫിസിക്കൽ കവനൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ഈ വിഷയത്തെ മുഴുവൻ ടേക്കപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് പരിശുദ്ധമ്മ വരുന്നത് പോലെ തന്നെ ലൈഫ് മൊത്തം അവർ വിശുദ്ധീകരിക്കും. എന്നിട്ട് ഇവരിതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ വന്നപ്പോൾ അവർ ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിന്നീട് അവർ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തു. അവർ ബോൾഡായിട്ട് റിസൈൻ ചെയ്തു. അവരുടെ ജോലി റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നേരത്ത് നമുക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകും. കാര്യം എന്താ, ഈ വിഷയമെല്ലാം സെറ്റ് ചെയ്യാൻ. ഇപ്പം കാര്യം ഇവിടെ നമ്മൾ ഒയിറ്റ് എഴുതിയാലും പിന്നെ ചില രാജ്യങ്ങളിൽ പോയിട്ട് ആ രാജ്യത്തിന് പരീക്ഷ എഴുതാൻ, ഓസ്കി എക്സാം എന്ന് പറഞ്ഞത്, അതിന് ഇപ്പം നമ്മുടെ FMG എക്സാമില്ലേ, യൂറോപ്പിലൊക്കെ പോയി ചൈനയിൽ പോയി MBBS എടുത്തിട്ട് പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് പിന്നെ എഴുതണ്ടേ. അതിന് 12 പേരെ ജയിപ്പിക്കത്തുള്ളൂ. 100-ൽ 12 പേരെ അവർ ജയിപ്പിക്കത്തുള്ളൂ. ഓസ്കി എക്സാമിന് ഇതുപോലെ കട്ട് ഓഫ് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് കിട്ടിയാൽ പോയാൽ പോയി. പക്ഷേ അമ്മ ഇവരോട് പറയണത് നിനക്ക് കിട്ടും, ഞാൻ വാങ്ങിച്ചു തരുമെന്നാണ് പറയണത്. അത് ഭയങ്കര രസമാണ്. അമ്മയുടെ അധികാരമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അധികാരമാണ്. ഒന്നാമത് എന്താ അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ മുമ്പ് പോലും അമ്മ ചോദിക്കണ ചോദ്യം കണ്ടല്ലേ, ഈശോ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അങ്ങനെ ആർക്ക് ചോദിക്കാൻ പറ്റും? അതാണ് വിഷയം. ഈശോ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നീയും ഞാനും നിൻ്റെ അപ്പനും കൂടി എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ നിന്നെ നോക്കി. ഇങ്ങനെ മുഖത്ത് നോക്കി, കർത്താവിൻ്റെ മുഖത്ത് നോക്കി പരിഭവപ്പെടാനുള്ള അധികാരം ഉണ്ട് അവർക്ക്. ആ അധികാരത്തിലാണ് അവസാനം ഈ യോഹന്നാൻ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ യോഹന്നാനോട് പറയണത്, ബിഹോൾഡ് യുവർ മദർ. ഇനി വിശ്വാസികളുടെ മുഴുവൻ അമ്മയും ശുശ്രൂഷകളുടെ മുഴുവൻ അമ്മയും അമ്മയാണ്.
അത് ഐഡൻറ്റിഫൈ ചെയ്ത് കൈയേൽപ്പിക്കുക. അത് ആ ഭാഗം വേണേൽ കട്ട് ചെയ്യാമായിരുന്നു. കാര്യം അത് അപ്രസക്തമായൊരു കാര്യമാണെങ്കിൽ നമുക്കറിയാം ഈശോൻ്റെ ഒരു പീഡാനുഭവവും കുരിശ് മരണവും അതുപോലെ തന്നെ ഈശോ ഇങ്ങനെ ഒരു കുറവിറച്ചിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതും ശ്വാസം കിട്ടാതിരിക്കണതും ഓക്സിജൻ കിട്ടാതിരിക്കണതും പ്രാണവായുവിന് വേണ്ടി പിടയണ സമയത്ത് ഇതൊന്നും ഇത് അതിനേക്കാൾ പ്രാണവായുവിനേക്കാൾ പ്രാധാന്യമുള്ള ആളാണ് അമ്മയെന്നല്ല എൻ്റെ അർത്ഥം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. യേശുവേ, ഞങ്ങൾക്ക് അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. കൃപയുടെ കൂടാരമേ, വാഗ്ദാനം പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ സൂസൻ ഇതിന് കൊടുക്കുന്ന ഒരു വെയിറ്റേജ് ഉണ്ട്, വല്ലാത്ത വെയിറ്റേജാണ്. ഇവിടെ അതിനുശേഷം ഇവിടുന്ന് ഗൾഫിൽ നിന്ന് ജോലി രാജിവെച്ചിട്ട് നേരെ ന്യൂസിലൻഡിലോട്ട് പോകും. ന്യൂസിലൻഡ് എക്സാം അവിടെ ചെന്നിട്ട് എഴുതുകയാണ്. അപ്പോൾ ഈ രാജിവെച്ചിട്ട് ഈ കുടുംബം മൊത്തമാണ് പോയിരിക്കണം എന്ന് ഓർക്കണം. ഭർത്താവും ഭാര്യയും 2 കുഞ്ഞുങ്ങളും പോയിരിക്കുകയാണ്. ജോലിയുണ്ടാ? ജോലിയില്ല. ജോലി അമ്മ തരുമെന്നുള്ള ഒറ്റ ഉറപ്പിൽ പോയിരിക്കുകയാണ്. അവിടെ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂസിലൻഡിലൊരു പള്ളിയിൽ പോയി കുർബാന കൂടും. കുർബാന കൂടിച്ച് സൂസം പുറത്ത് വന്നിട്ട് 2-3 വെള്ളക്കാരെ കണ്ടിട്ട് കൃപാസനം പത്രം, ഇംഗ്ലീഷ് പത്രം കൊടുക്കും. അപ്പോൾ ഒരു വെള്ളക്കാർ ഇയാൾ അവരോട് ഉടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഞങ്ങൾ എടുക്കാറില്ല, ബി റാഷണൽ എന്നൊക്കെ പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് അത്. അപ്പോൾ ഈ ഒരു പക്ഷേ എന്നിട്ടും ഇവർ പത്രം മടക്കി വെള്ളക്കാരനൊക്കെ ഒന്ന് എങ്ങനെയും രക്ഷപ്പെടാനല്ലോ നോക്കണത്. വെള്ളക്കാരനെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, നിങ്ങൾ പറയുന്ന പോലെ അല്ല, നിങ്ങൾ ജസ്റ്റ് റീഡ് അറ്റ്ലീസ്റ്റ് 1 പേജ്. അത് നോക്കി എന്ത് ബാർഗൈൻ ചെയ്താണ് ഇവർ ഈ വെള്ളക്കാരന് കൃപാസന പത്രം കൊടുത്തു കൊടുക്കണത്. അപ്പോഴവർ ഈ വെള്ളക്കാരനോട് തർക്കം ചൊല്ലിക്കുന്ന സമയത്ത് ഒരു കാർ അതിൽ പാസ് ചെയ്ത് വെച്ചും പെട്ടെന്ന് കാർ അവിടെ നിർത്തി കാറിൽ നിന്ന് വേറെ ലേഡി ഇറങ്ങി വരും. ലേഡി ഇറങ്ങിയെന്ന് വെച്ചും ഈ വെള്ളക്കാരന് പറയും, ഇത് കേരളത്തിലേതാണ്, മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, നിങ്ങളുടെ ഈ പത്രം മാത്രം നിങ്ങളുടെ കയ്യിൽ ഇരുന്നാൽ മതി, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയും. ഉടനെ വെള്ളക്കാരൻ ഇത് മേടിക്കും, കാറ് പാസ് ചെയ്ത് പോവുകയും ചെയ്യും. അമ്മ ഇങ്ങനെ കുറേ പരിപാടി ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധരാണെന്ന് എങ്ങാനും ദൈവത്തിന്, എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെയും എന്നാൽ ശാസനാപൂർവവും എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വിഷയത്തിൽ കുറച്ച് സത്യസന്ധത കാണിക്കണം. സത്യസന്ധത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരൊക്കെ കാണിക്കുന്നില്ലേ, ഇവർ ഫിസിക്കൽ ഉടമ്പടിക്കാരാണ്. അവരതുമായിട്ട് ഒരു യുദ്ധത്തിന് ഇറങ്ങിയ കൃപാസനം പത്രമായിട്ട് അവർ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ആരുടെ മേലെ സാധനം പറഞ്ഞവർ കൊടുത്തിരിക്കുക, അത് അവർ പരിശുദ്ധ പ്രവർത്തനമാണ്. അപ്പോൾ ഓസ്കി പരീക്ഷയുടെ ദിവസമായപ്പോൾ ഇത്തിരി പേടിയുണ്ട് ഉള്ളിൽ. അപ്പോൾ കാര്യം എല്ലാം വന്ന് വാടക ഹോട്ടലിൽ താമസിക്കണില്ല, എന്ത് റിസ്ക്കാണ് എടുത്തിരിക്കണത്. അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാനും ഭർത്താവ് കുഞ്ഞുങ്ങളും ഉണ്ട് ഇവിടെ, ഓസ്കി പരീക്ഷയ്ക്ക് പോയിട്ട് ഇത് പൊട്ടിയാൽ തിരിച്ച് പോകേണ്ടി വരും കേരളത്തിലേക്ക്. പണ്ടത്തെ ജോലിയുമില്ല, ഇപ്പോഴും ജോലിയില്ല. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും, പുറത്തോട്ട് നോക്കാൻ പറയും. പുറത്തോട്ട് നോക്കുമ്പോൾ മഴവില്ലിങ്ങനെ വിരിഞ്ഞ് നിൽക്കും. അത് എന്തിന് അതായത് ഈ ഫിസിക്കൽ ഉടമ്പടിക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉടമ്പടി നിങ്ങളൊന്ന് ഷിഫ്റ്റ് ചെയ്യണം, നല്ലതാണെന്ന് എനിക്ക് തോന്നണത്. ഒരു സ്പിരിച്വൽ ഉടമ്പടി എന്ന് കറക്റ്റ് ഫിസിക്കൽ ഉടമ്പടി. കാര്യം ഇത് അമ്മ ഭയങ്കര റെസ്പോണ്ടിങ് ആണ്. നമ്മളൊന്ന് സത്യസന്ധമാണ്, ഇതിനു വേണ്ടി നമ്മൾ ജീവിക്കും, നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും, ലൈഫിൻ്റെ അകത്ത് വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ എൻ്റെ മക്കളെ തിരിഞ്ഞു നോക്കേണ്ടി വരും. ഓസ്കി എക്സാം കഴിഞ്ഞു, അപ്പം തന്നെ ജോലി അവൾ പാസ്സാകുകയും ചെയ്ത്, അവൾ അപ്പോയിൻമെൻ്റായി, ക്ലിയറായി. പെട്ടെന്നാണ് സംഭവം. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി പരിഹാരമാണ്. പക്ഷേ എങ്ങനെ? സ്പിരിച്വൽ ഉടമ്പടിക്കാർക്കല്ല, ഫിസിക്കൽ ഉടമ്പടിക്കാർക്കാണ്. അത് കഴിഞ്ഞാലും മറ്റേന്ന് പറഞ്ഞാൽ നോക്കട്ടെ, ഒരു അടയാളം കാണട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് വാദപ്പനി ഉടമ്പടിക്കാരുണ്ടല്ലോ, അത് അവർക്ക് ഇത്തിരി സ്ലോ ആയിരിക്കും, പക്ഷെ നടക്കും കാര്യങ്ങൾ.
പക്ഷേ ഇങ്ങനെ സ്ലോ ആകേണ്ട കാര്യമില്ല ഉടമ്പടി. അമ്മ അങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത്, ഉടനടി പരിഹാരം എന്നാണ് പറഞ്ഞത്. നിനക്കത് സത്യസന്ധമായിട്ടും നാളെ കാലങ്ങളിൽ നിനക്കത് ഗുണം ചെയ്യുമെങ്കിൽ അമ്മ ഈ അനുഗ്രഹം തരാൻ വെച്ച് താമസിപ്പിക്കത്തില്ല. പക്ഷേ ഈ സംഭവം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ അതിൻ്റെ പുറകെ നടന്ന് നിങ്ങളപ്പോഴും നീയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കണം. അതിൻ്റെ പിന്നിലുള്ള എങ്ങനെയാണ് ഈ ചിന്ത വന്നത്, ആദ്യം ചിന്ത എങ്ങനെ വന്നതെന്ന് നോക്കണം. ചിന്ത വന്ന് ചിലപ്പോൾ പെശക് ചിന്തയായിരിക്കും വന്നിരിക്കണം. കാര്യം ചിലപ്പോൾ കൂട്ടുകാർ രക്ഷപ്പെട്ടു പോയത് കൊണ്ടാ, അല്ലെങ്കിൽ മറ്റുള്ള നിനക്ക് കൂടുതൽ മെച്ചമായൊരു ജീവിതം വേണ്ടത് കൊണ്ടാ, അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ട് എടുത്തെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള മാർഗമെന്ന് പറഞ്ഞത് ഇതുപോലെ ഫിസിക്കൽ ഉടമ്പടിയേ പറ്റത്തുള്ളൂ. കാര്യം ദൈവത്തിന് ഫിസിക്കൽ ഉടമ്പടി ഗുണമെന്ന് പറയുന്നത്, സ്പിരിച്വൽ ഉടമ്പടിയും ഫിസിക്കൽ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സ്പിരിച്വൽ ഉടമ്പടി ബോധ്യങ്ങൾ കുറവായിരിക്കും ദൈവത്തിന്. മാളവിക എന്ന് പറയുന്നത് ഞാൻ ടോട്ടലായിട്ട് ലൈഫിനെ സമീപിക്കുന്ന രീതി മാറ്റിയെന്നാണ് പറയണത്. എന്താ കാര്യം? ഞാൻ അങ്ങോട്ട് ചെന്ന ഒരു പരിചയമില്ലാത്ത ആൾക്കാർ, എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ മുഖത്ത് പോലും നോക്കാത്ത ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കും, ചേട്ടാ എന്താ പ്രശ്നം, വല്ല പ്രശ്നമുണ്ടാ? എന്നിട്ട് പറയുന്നത് ഞാനും ഭർത്താവും കൂടി എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു തളർന്ന് കിടക്കുന്ന ചേട്ടൻ്റെ വീട്ടിൽ പോകും. ഭർത്താവ് എന്ന് പറയുന്നത് പ്രശാന്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? പ്രശാന്ത് ഇങ്ങനെ പലയിടത്തും പോയി ഫയർഫോഴ്സ്, പത്തനംതിട്ട ഫയർഫോഴ്സിലൊക്കെ പോയി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫയർഫോഴ്സിൽ 4 പേരെ മതി. പ്രശാന്തിൻ്റെ റാങ്ക് 19. അപ്പോൾ ഈ ജന്മത്തിൽ സംഭവം എടുക്കത്തില്ല. അതിപ്പോൾ 6 കൊല്ലമായി ആ റാങ്ക് ലിസ്റ്റ്, 4 കൊല്ലമായി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ റാങ്കിൽ അപേക്ഷാർത്ഥികളുടെ വയസ്സ് കൂടുന്നതും കൊണ്ട് ഔട്ട്പുട്ട് കുറയുമല്ല. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് അവർ ക്യാൻസലാക്കും. അങ്ങനെയാണ് ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി പോണത്. അപേക്ഷാർത്ഥികളുടെ വയസ്സ് 2 കൂടുമല്ല. റാങ്ക് ലിസ്റ്റ് അപ്പോയിൻമെൻറ്റ് നടക്കാത്തപ്പോൾ അപേക്ഷാർത്ഥികളുടെ വയസ്സ് കൂടും. അപ്പോൾ ടീച്ചർമാരാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, അവരിങ്ങനെ ട്യൂഷൻ പഠിപ്പിച്ചൊക്കെ അവരെപ്പോഴും ബ്രെയിൻ എപ്പോഴും ക്ലിയർ ആക്കി നിർത്തും. പക്ഷേ ഫയർഫോഴ്സിൽ ഓടണ്ടേ, ചാറണ്ടേ, വെള്ളം തീ പിടിക്കണ യുദ്ധകാല അടിസ്ഥാനത്തിൽ ജോലിയാണ്. അപ്പോൾ വല്ലതും വയസ്സ് കൂടിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ മാത്രമേ അവരെടുക്കത്തുള്ളൂ. ഫയർഫോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോണ്. അപ്പോൾ ആണ് ഇവർ പറയണത്, ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ഫയർഫോഴ്സിലൊന്ന് പോയി ചോദിക്ക് എന്ന് ഈ മാളവിക പറയും, പ്രശാന്തിനോട് പറയും. നമ്മളിപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അമ്മ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല, നിങ്ങൾ ഫയർഫോഴ്സിൽ ചെന്ന് ചോദിക്കുമോ? അപ്പോൾ ഫയർഫോഴ്സിൽ ചെന്ന് പ്രശാന്ത് ചോദിക്കുമ്പോൾ പ്രശാന്തിനോട് പറയും, നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ലിസ്റ്റിൽ 19 ഇത്രയും ആൾക്കാരൊന്നും ഇവിടെ ആവശ്യമില്ല, ഇനി ഒഴിവുണ്ടാകുകയാണെങ്കിൽ വീണ്ടും അപേക്ഷിക്കേണ്ടി വരും, റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ക്യാൻസലാകുമെന്ന് പറയും. അപ്പോൾ വളരെ പിള്ളേർ നിരാശപ്പെട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ഇപ്പോൾ വന്ന് മാളവിയോട് പറയും കിട്ടുക റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോകണമെന്ന് പറയും. അപ്പോൾ മാളവിക പറയാം, അമ്മ ജീവിക്കാൻ മാർഗ്ഗമില്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അതാണ് കറക്റ്റ് സാരം. ജീവിക്കാൻ മാർഗ്ഗമില്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ. ഒരു സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ ജീവിക്കും? അത് ഫിസിക്കൽ ഉടമ്പടിക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അവർ ഫിസിക്കലായിട്ട് മാക്സിമം കർത്താവ് പറഞ്ഞ പോലെ വിശിഷ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കണ പോലെ ചെയ്യാനുള്ളത് മാക്സിമം ദൈവത്തെ ഒപ്പിച്ച് ജീവിക്കുക. അപ്പോൾ അവർക്കതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ അധികാരിയോട് അമ്മയോട് പറയും, അമ്മ ഇങ്ങനെ പോയാൽ ഇങ്ങനെ ജോലിയിട്ടില്ലേ, എങ്ങനെ ഞാൻ ജീവിക്കും? 2 കുഞ്ഞുങ്ങളില്ലേ, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ, അമ്മ എന്ന് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് അമ്മയോട് ഇവരോട് സംസാരിക്കും. അന്ന് രാത്രി മാളവികയ്ക്കൊരു സ്വപ്നം കാണാം. എന്താ കാര്യം? 715. ഇപ്പം മാളവിക ചേച്ചിയോട് ഒരു ചേച്ചിയാണ് ഇവളെ ഇതിലേക്ക് ആകർഷിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ചേച്ചി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട് 715 കാണിക്കണത് അമ്മയെന്ന് പറഞ്ഞു. 715. അപ്പോൾ ഉടനെ ചേച്ചി പറഞ്ഞ്, എടി മോളെ, അമ്മ നിൻ്റെ കണ്ണുനീര് ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പേര് നമ്പർ കാണുന്നുണ്ടല്ലോ, അമ്മ ഇങ്ങനെ എഴുതി കാണിക്കും സ്വപ്നത്തിൽ. പിറ്റേ ദിവസം ഈ പത്തനംതിട്ട ഓഫീസിൽ നിന്ന് കോൾ ഫോറായി. ഇവിടെ പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി, ഈ അപ്പോയിൻമെൻറ്റ് പേപ്പർ കണ്ടിട്ടേ ഞാൻ ഞെട്ടിപ്പോയെന്ന്. പെട്ടെന്നാണ് സ്പീഡായത്. രാത്രി സ്വപ്നം കാണുന്ന പിറ്റേ ദിവസം അപ്പോയിൻറ്റഡ് ആകണം ഇയാൾ. അപ്പോൾ നോക്കുമ്പോൾ എന്താ സംഭവം? 715. എപ്പോഴാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്? ജൂലൈ 7 മാസം 15-ാം തീയതി. അതാണ് സാധനം. ഇത്രയും സ്പീഡാണ് ഈ ഫിസിക്കൽ ഉടമ്പടി, ഇത്രയും സ്പീഡാണ്.
ഈ മാളവികയൊക്കെ ഏതെങ്കിലും കാലത്ത് മറക്കുക കർത്താവിനെ? മറക്കത്തില്ല. അവരുടെ കാര്യം ഈ അനുഭവങ്ങൾ അങ്ങനെ പോണത് കാര്യങ്ങൾ. നമ്മൾ ഇന്ന് വരെ ബൈബിൾ പോലും കാണാത്ത രീതിയിലുള്ള ദൈവിക ഇടപെടലാണ്. പ്രസൻസ്, ഇത് പ്രസൻസ് എന്ന് പറയും. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതൽ ഈ പ്രസൻസ് ഉള്ളതാണേ, ഇത് പാക്കേജിലുള്ളതാണ്. കാര്യം എന്താണ്? അത് വാഗ്ദാനമില്ല. അങ്ങനെ വാഗ്ദാനം ഉണ്ടല്ലോ, നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ടേക്ക് ദ ബെഡ് അപ്പ് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ജോയേൽ 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇതാണ് വിഷയം. എന്താ പറഞ്ഞിരിക്കണത്? ഒന്ന് പറഞ്ഞേ, എല്ലാവരുടെയും മേൽ. അതാണ് ഈ മാളവികയൊക്കെ അതിനകത്തുണ്ട് ഇപ്പോഴ്. അതാണ് വിഷയം. എല്ലാവരുടെയും മേൽ ക്രൈസ്തനെ ഹോണർ ചെയ്യുന്ന, ക്രിസ്തുവിനെ രക്ഷകനായി കാണുന്ന എല്ലാവരുടെയും മേൽ അത് ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. പിന്നെ എന്താ പറയണത്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത് ഉടമ്പടി വരണത് എങ്ങനെയാണെന്ന് അറിയാം. ഉടമ്പടി രണ്ടും കൂടി ഒരുമിച്ചാണ് വരുന്നത്. സ്വപ്നവും ദർശനം കൂടിയാണ് വരുന്നത്. സ്വപ്നവും ദർശനം കൂടിയാണ് വരുന്നത്. ഈ ആഴ്ചയിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി. ഷാജി മാത്യുവിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ അവരും ഗൾഫിൽ ജോലി ചെയ്യണവരാണ്. അത് ഇതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ഗൾഫിൽ നിന്ന് ഒരു പാക്കിംഗ് കണ്ടീഷനാണ്. യുദ്ധങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഈ ആൾക്കാരിപ്പോൾ ചെയ്യണ യുദ്ധമില്ലാത്ത സ്ഥലത്തേക്ക് ആൾക്കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. സാക്ഷ്യം കേൾക്കാൻ മനസ്സിലാവും. അവർ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവരെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ പോലെയുള്ള പൂർവ്വ ദിക്കിലുള്ള സമാധാന രാജ്യങ്ങളിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നാണ് ഈ മൂവ്മെൻറ്റ് വരണത്, കൂടുതൽ മൂവ്മെൻറ്റ് വരണത്. അപ്പോൾ ഇതുപോലെ ഇവരുടെ ഈ ഷാജി മാത്യുവിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അവരെ അവിടെ സ്ഥിരതാമസം പറ്റത്തില്ലല്ലോ ഗൾഫിലെ. ആരും വിസയൊന്നും കൊടുക്കത്തില്ല, PR ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അവർ വൈഫൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട് വാടകയ്ക്കെങ്കിലും. ശമ്പളം ചിലപ്പോൾ രണ്ടുപേർക്കും കുറച്ച് ശമ്പളത്തിലായിരിക്കും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ്. ഭയങ്കര അവരൊരു ജീവിക്കാൻ വേണ്ടി ജീവിതത്തോടൊരു മൽപ്പിടുത്തമാണ്. നിങ്ങൾ ഈ NRI കാണുമ്പോൾ നിങ്ങൾ ഓർക്കരുത് അവരെല്ലാം സേഫാണ്. അവർ നമ്മുടെ ഇരട്ടി ജോലി ചെയ്തിട്ട് ചക്രശ്വാസത്തിലാണ് അവരവിടെ ജീവിക്കണം അവിടെ പലരും. അപ്പം അതുകൊണ്ട് അത് തന്നെ അത്രയും ടാക്സ്, നമുക്ക് ടാക്സ് കുറവല്ലേ ഇവിടെ, അവിടെ നല്ല ടാക്സും ഉണ്ട്. അപ്പം ഗൾഫിലെ ഒരു ചെറിയൊരു അവർ ഇത്രയും ആൾക്കാരുള്ള കാരണം ഒരാൾക്കാരെ കുഴപ്പമില്ല. അപ്പം അവർ ഉടനെ വൈഫ് പറയും, എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്താൽ എന്താണെന്ന് ചോദിക്കും. ചേഞ്ച് ചെയ്താൽ അവർ രാജ്യം ചേഞ്ച് ചെയ്യണില്ല, അവരവിടെ തന്നെ കുറച്ചുകൂടി ശമ്പളം കൂടുതൽ കിട്ടുന്ന ജോലിയിലേക്ക് വൈഫ് മാറുകയാണ്. അപ്പോൾ വൈഫ് അവിടെ റിസൈൻ ചെയ്തിട്ട് വേറെ ഒരു ഇൻ്റർവ്യൂവിന് പോയി പങ്കെടുത്തപ്പോൾ അവിടെ നല്ല സ്കോർ കിട്ടി, ശമ്പളവും നല്ല ഹൈപ്പ് കിട്ടി. അപ്പോൾ ഉടനെ ഇവിടുത്തെ ജോലി അവർ രാജിവെച്ച് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന. പക്ഷെ ഒരു ഇൻഡാസ് വന്ന്, എന്താ ഇൻഡാസ് എന്ന് പറയണത് നിങ്ങൾക്കറിയാവില്ലേ? നമ്മളുണ്ടാക്കുന്ന എല്ലാ ഇൻഡാസിൻ്റെ കൂടെ അമ്മ വരും. അതാണ് വിഷയം. നമുക്ക് അവർ ആക്രാന്തം കൊണ്ട് ചെയ്തതല്ലല്ലോ, ജീവിക്കാൻ പറ്റാതെ ചെയ്തതല്ലേ. അവർക്ക് ജീവിക്കാൻ പറ്റണില്ല. ആ ശമ്പളം, ഭർത്താവിൻ്റെ ശമ്പളം കൊണ്ടോട് ജീവിക്കാൻ പറ്റാത്തപ്പോഴാണ് അവർ വേറെ ഇൻ്റർവ്യൂവിന് പോയി അവരൊരു ജോലി കിട്ടി, കുറച്ച് ശമ്പളം ഹൈപ്പ് കിട്ടിയപ്പോൾ അവർക്കൊരു ആശ്വാസമായി. അപ്പോൾ ആശ്വാസമായി കഴിഞ്ഞപ്പോൾ ഇത് റിസൈൻ ചെയ്തപ്പോൾ ഒരു ഇൻഡാസ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വിഷയം വെച്ചാൽ അവർക്ക് വന്നത് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഇവിടെ നോട്ടീസ് പീരീഡ് കവർ ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ കേസ് കൊടുത്ത് 3 മാസമാണ് നോട്ടീസ് പീരീഡ്. നമുക്കൊരു കമ്പനിയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ 3 മാസം മുമ്പ് നമ്മൾ നോട്ടീസ് ചെയ്യണം അവിടെ. അപ്പം നമുക്ക് അവിടെ ഇവരുടെ അസാന്നിധ്യത്തിൽ അവർ വേറെ ആൾക്കാരെ എടുക്കും. അപ്പോൾ അത് കമ്പനിയുടെ അവകാശമാണ്. അപ്പോൾ കമ്പനി കറക്റ്റായിട്ട് കേസ് ഫോളോ ചെയ്തിട്ട് ട്രാവലിംഗ് ബാൻ വന്നു. ട്രാവലിംഗ് ബാൻ എന്ന് വെച്ചാൽ എന്താണ് പ്രശ്നം? ഇവർ നോട്ടീസ് പീരീഡ് 90 ദിവസം ഉണ്ടായിട്ടും 10 ദിവസത്തിനുള്ളിൽ ഇവർ അവിടുന്ന് റിലീവ് ചെയ്തിരിക്കുക. അപ്പോൾ നോട്ടീസ് പീരീഡ് അനൗൺസ് ചെയ്തിട്ടില്ല, ഇവർ നോട്ടീസ് കൊടുത്തിട്ടില്ല. ഞാൻ ഈ കമ്പനിയിൽ നിന്ന് മാറുകയാണെന്ന് കമ്പനിയോട് പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ കമ്പനിക്ക് സ്വാഭാവികമായിട്ട് HR കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ജോലി പോകും. അയാൾ കേസ് കൊടുത്തു.
അയാൾ കേസ് കൊടുത്ത് കോടതി നിന്ന് ഇവർക്ക് പേപ്പർ വന്ന് പേപ്പർ വെച്ചാൽ നിങ്ങൾക്ക് ട്രാവൽ ബാനാണെന്ന് പറഞ്ഞ്. എന്താണ്? നിങ്ങളെ കള്ളത്തരം കാണിച്ചു, കമ്പനിയെ വഞ്ചിച്ചു, കമ്പനിക്ക് നിങ്ങൾ കാരണം നഷ്ടങ്ങളുണ്ടായി. അത് കാരണം 2 ലക്ഷം എന്തോ ദർഹമോ എന്തോ അത്രയും 2 ലക്ഷം രൂപയോ ദർഹമെന്നാണ് അവർ പറയണത്. അപ്പോൾ അവർ പറയണത് 8833 ദർഹം എന്നാണ് പറയണത്. അത്രയത്തിനാണ് പെനാൽറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി? വൈഫ് ജോലി രാജിവെക്കുകയും ചെയ്ത് പുതിയ ജോലി പ്രവേശിക്കണമെങ്കിൽ റിലീവിങ് ഓർഡർ വേണം. ഈ കമ്പനിയിൽ നിന്ന് ഇവർ നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് ഞങ്ങൾക്ക് റിലീവ്ഡ് ചെയ്തെന്ന് പറഞ്ഞ് പേപ്പർ മേടിച്ചാൽ മാത്രമേ അവിടുത്തെ നിയമം അനുസരിച്ച് പുതിയ കമ്പനി വൈഫിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അവർ ആ വൈഫിനെ അവിടെ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ റിലീവിങ് ഓർഡർ കൊടുക്കത്തില്ല. കാര്യം നോട്ടീസ് പീരീഡ് അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കേസുമായി. അതുപോലെ തന്നെ ഇവർ അകത്ത് പോണ കണ്ടീഷനായി. എല്ലാം പെട്ടെന്ന് ഇങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോണ സമയത്തും പിന്നെ എന്താണ് അവരപ്പം തന്നെ ചെയ്യണം. ആൾക്കാർ ചെയ്യണം എന്താണ്? അപ്പം തന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ആൾക്കാർ ഉടനെ ചെയ്യണം എന്താണെന്നറിയാമോ? 2 കാര്യം ചെയ്യും. ഒന്ന്, സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങും. കാര്യം സാക്ഷ്യങ്ങൾ കേട്ടാലുള്ള ഗുണമെന്ന് പറയാമോ? നമ്മളുടേതായിട്ടുള്ള വിഷയത്തിന് സാക്ഷ്യം ഉണ്ടാവും. അതതിൻ്റെ ഗുണമെന്ന് പറയണം. സാക്ഷ്യം കേൾക്കും. പിന്നെ എന്ത് ചെയ്യും? ഇതെങ്ങനെ ഇത് മൂവ് ചെയ്യണമെന്ന് അച്ഛൻ്റെ പ്രസംഗം അവർ കേൾക്കും. ധ്യാനം, ഈ അച്ഛൻ്റെ ഈ ഉടമ്പടി ധ്യാനം കൂടി ഇത് 2 കൂടി കേട്ടിട്ട് ഇവൾ എന്ത് ചെയ്തു വെച്ചാൽ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങളകത്ത് പോകും, ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് തീർത്ഥാടനം ഉടമ്പടി ചെയ്തുകൊള്ളാം. ഞങ്ങളിപ്പം തന്നെ ഉടമ്പടിയിലേക്ക് മാറുകയാണ്. ഞങ്ങൾ ജീവിതം ഉടമ്പടിയിലോട്ട് മാറുകയാണ്. അമ്മ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയും. സഹായിക്കണമെന്ന് പറഞ്ഞ് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ രാത്രി ആകുമ്പോൾ ഇവരുടെ ഈ ലേഡി ഒരു സ്വപ്നം കാണും. എന്താ കാരണം? അത് 3883 എഴുതി കാണിക്കും അമ്മ. 3883. അപ്പോൾ ഇവർ രാവിലെ ഹസ്ബൻഡിനോട് പറയും 3800, മറ്റത് 8883, ഇത് 3883 എഴുതി കാണിക്കണമെന്ന് പറയും. അവിടെ രാവിലെ ഇവർ ഡെയിലി ബ്രെഡ്, രാത്രി സ്വപ്നം കണ്ടച്ഛൻ രാവിലെ ഡെയിലി ബ്രെഡ് കൂടുകയാണ്. ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ഞാൻ ഡെയിലി ബ്രെഡിലൂടെ പറയും, നിങ്ങളുടെ മൊബൈലിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു മെസ്സേജ് വരും. അത് അമ്മ നിങ്ങൾക്ക് അയക്കണ മെസ്സേജാണെന്ന് പറയും. ഉടനെ നിങ്ങൾ പറയും, നിങ്ങൾ മൊബൈലിൽ ഉടനെ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശിടാൻ പറയും. അപ്പോൾ ഞാൻ ഇവിടുന്ന് പറയണതാണിതേ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അതായത് ഈ അമ്മ എന്ത് ഈ കാലത്ത് ഹൈടെക് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റത്തില്ല. അതിനേക്കാൾ ഫാസ്റ്റായിട്ടാണ് ഇവർ പറയണത്. അപ്പോൾ അവരത് വിശ്വസിക്കും. എൻ്റെ മൊബൈലാണിത് വരാൻ പോകണമെന്ന് വിശ്വസിക്കും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. അതെന്താ പറയണത്? നിങ്ങളുടെ കോർട്ടിലെ വിഷയം റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ കോർട്ട് ആ കേസ് തള്ളി നിങ്ങൾ 3883 രൂപ അടച്ചാൽ മതിയെന്ന്. അപ്പോൾ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞ സാധനമാണേ. 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞ സംഭവം 2 ലക്ഷത്തിന് പോയിട്ട് അവന് 20,000 രൂപ പോലും അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ പറയണത്? അത് കുറച്ചിട്ട് എന്നിട്ട് രാവിലെ, അപ്പം രാത്രി അമ്മ സ്വപ്നം കാണിച്ച് അത് ആ അക്കം തന്നെയാണ് രാവിലെ മൊബൈലിൽ വരണത്. ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയാൻ പാടില്ല. എന്നോട് അച്ഛന്മാർ ചോദിച്ചത്, ജോസഫച്ചനല്ലേ മാതാവിനെ കണ്ടുള്ളൂ, വേറെ വല്ലവരും കണ്ടാ? ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അത് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആൾക്കാർ അമ്മയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും അവർ ഓൺലൈൻ ഉടമ്പടി പോലും. എൻ്റെ മക്കളെ ഒരു പ്രശ്നം വെച്ചാൽ ഓൺലൈൻ ഉടമ്പടി എനിക്ക് തോന്നുന്നത് എനിക്ക് നിങ്ങൾക്ക് ഒരു ഉപദേശം തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ ഫ്യൂച്ചർ, ദൈവത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം നേരത്തെ അക്കൗണ്ട് ചെയ്യും. അതാണ് വിഷയം. ഇപ്പം ഇന്നലെ നിങ്ങളെന്ത് വനത്തിൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ ആത്മീയതയിൽ അമിത പ്രാധാന്യം കൊടുക്കുന്നത് പണ്ട് ചെയ്ത പാപങ്ങൾക്കാണ്. ദാറ്റ് ഈസ് നോൺസെൻസ്. അതല്ല പ്രശ്നം. പണ്ട് ചെയ്ത പാപങ്ങൾക്ക്, അയ്യോ എന്നിൽ അങ്ങനെ സംഭവിച്ചു, എനിക്ക് ദൈവത്തെ അറിയാൻ പലയായിരുന്നു, എൻ്റെ ഇങ്ങനെ സംഭവിക്കും, ഞാൻ എന്ത് ചെയ്യാനാണ്, ദൈവനെ തിരിഞ്ഞ് നോക്കത്തില്ല, എൻ്റെ ജീവിതം പോക്കണം, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല പറഞ്ഞ് ആളും ഞാൻ മോന്തമായിട്ട് പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കണം. നോൺസെൻസ്. യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. നീ എന്താ ചെയ്യേണ്ടത്? നീ ചെയ്യാൻ പോകുന്ന കാര്യം ദൈവം അതാണ് അക്കൗണ്ട് ചെയ്യാൻ പോണത്. ഇനി നിൻ്റെ ജീവിതത്തിൽ നീ ദൈവത്തിനൊപ്പം ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും കർത്താവ് കൗണ്ട് ചെയ്യും. കർത്താവ് കൗണ്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോണത്. ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തെ അറിയാം, ഈ ഉടമ്പടി ഫിസിക്കലായിട്ട് ഇവർ അട്ടിച്ച് പൊളിച്ച് ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കും എന്ന് അമ്മയ്ക്കൊരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ, വേറെ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ള എൻ്റെ മക്കളെ ബോധ്യം കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ.
ദൈവത്തിനൊരു ബോധ്യം കിട്ടണം. എന്ത് കിട്ടണം? നിങ്ങൾ സത്യസന്ധരാണെന്നും ആത്മാർത്ഥമുള്ളവരാണെന്നും കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് പിരിഞ്ഞു പോകത്തില്ല. പല ആൾക്കാർക്കും ഉടമ്പടിയിലെ ആൾക്കാർക്ക് അബദ്ധം പറഞ്ഞാൽ എവിടെ നിന്നറിയാവോ? അവിടെ കുഴപ്പമില്ല, അറിവില്ലായ്മ കൊണ്ടാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഈ 90 ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാവില്ല എന്നാണ്. അതാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അവിടെയാണ് ആൾക്കാർക്ക് പണി കിട്ടുന്നത്. 90 ദിവസം കഴിയുമ്പോൾ പിന്നെ 5:30 എഴുന്നേക്കേണ്ട കാര്യമില്ല, 7 മണിക്ക് എഴുന്നേറ്റാൽ മതിയില്ല, പട്ട് കിടക്കണം, അവിടെ കിടന്ന് ഉറങ്ങാമില്ല. അപ്പോൾ ഇത് ദൈവത്തിന് നിങ്ങളുടെ മനസ്സിലൊരു വിചാരം വന്നാൽ തന്നെ അപ്പം തന്നെ അവിടെ കൗണ്ടാവും. അതാണ് ഈ ആൾക്കാർ പണി മേടിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഓർക്കണം 90 ദിവസം വരെ അല്ലേ 5:30 എഴുന്നേറ്റാൽ മതി, 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 7 മണിക്ക് എഴുന്നേറ്റാൽ മതിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 90 ദിവസം കഴിയുമ്പോൾ ഒരു പെഗ് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോഴല്ലേ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാവിയിലുള്ള കാര്യത്തെക്കുറിച്ച് ഉടമ്പടി തീരണ കാലത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വെറുതെ ഇരുട്ടത്ത് പണി മേടിക്കും. അതാണ് ഈ വിഷയം. ആൾക്കാർക്ക് തന്നെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അടുത്ത് ഈ പണി നടക്കത്തില്ല. ദൈവം ഈ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടേ, സത്യമാണെന്ന് പറഞ്ഞ കാരണം സത്യമല്ലാത്ത വിഷയങ്ങൾ നമുക്ക് ദൈവമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്ന് പറയണത് നമ്മൾ കുറച്ച് ഈ വിഷയത്തിൽ കർത്താവ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് അതായത് ഉടമ്പടി വന്നിരിക്കുന്നൊരു വിഷയം, ഒരു ധാരണ പിശകെന്ന് പറയണത് 90 ദിവസം കൊണ്ട് ഉടമ്പടി തീരുമെന്നാണ്. പക്ഷെ പ്രാഗ്മാറ്റിക് എന്നതാണ് ഈ പ്രയോഗം ദൈവത്തെ ഉപയോഗിക്കുന്ന രീതിക്കാണെങ്കിൽ ഓക്കെ 90 ദിവസം കൂടെ തീരും. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ 90 ദിവസത്തിൽ തീരത്തില്ല. ദൈവം നോക്കണത് ശാശ്വതമായ ബന്ധമുണ്ടോ എന്നാണ് നോക്കണത്. 90 ദിവസത്തേക്ക് ഒരു ഇടക്കാല ബന്ധവും ദൈവമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കണം തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലോങ് ടേം സ്കീമാണ് പ്രിഫർ ചെയ്യേണ്ടത്. നിങ്ങൾ ഉടമ്പടി കർത്താവേ എനിക്ക് 90 ദിവസമല്ലേ, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വ്യക്തിപരമായിട്ട് നിനക്ക് വേണ്ടി ജീവിക്കണം ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കണം, ഞാൻ കുറച്ച് ഇങ്ങനെ കൈപ്പിഴയൊക്കെ വന്ന് അശ്രദ്ധയൊക്കെ ഉള്ള ആളാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ട് ദൈവമായിട്ടൊരു ഒത്തുതീർപ്പാണെങ്കിൽ ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആൾ പഴയ നിയമത്തിൽ ഡേവിഡാണ്. ഡേവിഡിനെ ശരിക്കും പറഞ്ഞാൽ അവതരിപ്പിക്കാൻ പറ്റാത്തൊരാളാണ്, നിങ്ങൾക്കറിയാം. എന്നാലും ദാവീദിൻ്റെ ചില കൈയിരിപ്പ് കാരണം ദൈവം പറഞ്ഞ് ദാവീദിന് കയ്യിൽ നിന്നൊക്കെ കുറച്ച് അബദ്ധം പുള്ളിക്ക് വരുമെങ്കിലും പുള്ളി ദൈവത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് കയ്യബദ്ധം വരെ പുള്ളി അത് തുറന്ന് പറയുന്നുണ്ട്. കർത്താവ്, ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എൻ്റെ മനസ്സിരിപ്പ് നിൻ്റെ മുമ്പിൽ നിന്ന് പോകരും തന്നെയാണ്. അതാണ് പറയണത്, തവ തിരു സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. തവ തിരു സന്നിധിയിൽ തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ പരിപാവനേ, എന്നിൽ നിന്നും തിരികെ എടുക്കരുതേ പരനേ. നിർമ്മലമായൊരു ഹൃദയം നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു മാനസവും ദേവാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. ഇന്നലെ എന്ത് സംഭവിച്ചാൽ നമുക്കുണ്ടാകാവുന്ന മാക്സിമം ഒരു ആക്ഷൻ മാനസാന്തരമാണ്. എന്താണ്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ദുഃഖമുണ്ട് എന്നാണ്. പക്ഷേ അതിൻ്റെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമേ ഉള്ളൂ. അഡീഷണൽ ഗ്രേസ് കിട്ടണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം നമ്മൾ ഒരാളോട് ചെന്ന് പറയുകയാണ്, എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോട് സംഭവിച്ചത് എനിക്ക് വിഷമമുണ്ട് കേട്ടാ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അയാൾ അഡീഷണലായിട്ട് നമ്മളെ സഹായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയാൾ ഓക്കെ എന്ന് പറയും, ഓക്കെ എന്ന് പറയത്തുള്ളൂ. അനുതാപത്തിനൊക്കെ ഒരു ഓക്കെ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ
നമ്മുടെ മുമ്പിൽ ആത്മീയതയ്ക്ക് എന്താ വരണത്? നമ്മൾ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ നോക്കണം. കർത്താവേ, ചിലർ പറയത്തില്ലേ ഈശോ, ഇപ്പം ഇവർ ഇത് പറയുന്നുണ്ട്, ആരാണ് ഈ മാളവിക പറയുന്നുണ്ട്, കർത്താവേ മരണം വരെ ഞാൻ ഉടമ്പടിയിലാണെന്ന്. അതാണ് ഫ്യൂച്ചർ സെക്യൂർ ചെയ്തവർ. അവർക്കിത് ആര് പറഞ്ഞു കൊടുത്തു? നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്ന ക്രിസ്ത്യാനി വരെ പറഞ്ഞ, കർത്താവേ എങ്ങനെയെങ്കിലും ഒരു വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ 90 ദിവസവും തികച്ച് കിട്ടിയാൽ മതിയെന്ന്. അതാണ് നിങ്ങൾ ഈ മാളവികയുടെ കൂടെ കർത്താവിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എപ്പോഴായാലും തിരക്കിട്ട് അടിമടിക്കുന്നുള്ള ഉറപ്പല്ലേ? അതല്ലേ വിഷയം, അതാണ് വിഷയം. ദൈവത്തിൻ്റെ ഒരു ഡീല് ചെയ്യുമ്പോൾ ദൈവമാണെന്ന് ഓർത്ത് വേണം ഡീല് ചെയ്യാൻ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണത് തന്നെ. ഇപ്പം പീലാത്തോസ് കർത്താവിനോട് ചോദിച്ചില്ലേ, കർത്താവിനോട് ചോദിച്ചു നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്ന ആളാണ്. അപ്പോൾ പീലാത്തോസ് ചോദിക്കും വാട്ട് ഇസ് ട്രൂത്ത് എന്ന് ചോദിക്കും, എന്താണ് സത്യം? അയാളോട് പറയത്തില്ല. എന്താ കാര്യം? സത്യം അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ സത്യം എന്താണ്? കസേരയാണ്. കസേര വിട്ട് അയാൾ നിൽക്കത്തില്ല. പിന്നെ എന്തിനാണ്? അപ്പോൾ എപ്പോഴും നമ്മൾ നീ വിട്ട് നിൽക്കത്തില്ലെന്ന് തോന്നിയാൽ നീ നിൻ്റെ ദൈവത്തിൽ നിരക്കാത്ത ജീവിത രീതികളുമായിട്ട് നീ മാറി പോകത്തില്ലെന്ന് കണ്ടാൽ ഫർദർ പേയ്മെൻ്റ് ഇല്ല. അതെപ്പോഴും ഓർത്തേക്കണം. പീലാത്തോസിനോട് എന്താ പറഞ്ഞത്? പീലാത്തോസ് ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാം. ടേക്ക് ദ വെടപ്പാട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം. യോഹന്നാൻ 18:37. പീലാത്തോസ് ചോദിച്ചു, ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? അപ്പൊ എന്താണ് സത്യം എന്ന് പറഞ്ഞിട്ട് പീലാത്തോസിനോട് ആ സത്യം പറയണില്ല യേശു, വെളിപ്പെടുത്തണില്ല. യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് സത്യമെന്ന്, വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പീലാത്തോസിനത് പറയണില്ല. ഫർദർ റെവലേഷൻ ഇല്ല പീലാത്തോസിന്. എന്താ കാര്യം? അയാൾ സത്യം അറിഞ്ഞിട്ടും അയാളെ കസേരയിൽ നിന്ന് വിടത്തില്ല. അതാ വിഷയം. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പഴയ ജീവിത രീതിയിൽ ഉപേക്ഷിക്കത്തില്ല എന്ന് ക്രിസ്തുവിന് തോന്നിയാൽ നിങ്ങളുമായിട്ട് ഫർദർ ബിസിനസ് ഇല്ല. അത് വളരെ സീരിയസ് വിഷയമാണ്. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും നിങ്ങളുടെ ഇതുവരെയുള്ള ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതികളിൽ നിന്ന് നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കണില്ല എന്ന് ക്രിസ്തുവിന് മനസ്സിലായാൽ നിങ്ങൾ ഫർദർ കറസ്പോണ്ടൻസ് ഇല്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വരണ്ട് ഉണങ്ങിയും ഒക്കെ ഇങ്ങനെ വലിയ ഗതി കിട്ടാതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കാരണം ഇതാണ്. ഇതൊരു ഡിസിഷൻ എടുക്കണം. പീലാത്തോസ് പറയണമായിരുന്നു, കൈ കഴുകാതെ തന്നെ പറയണമായിരുന്നു, കർത്താവ് ഞാൻ കൈയൊന്നും കഴുകണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഞാൻ കൈ കഴുകണമെന്നില്ല. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താ? നിന്നെ ഏറ്റു പറയുന്നതിലൂടെ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈശോ പറഞ്ഞുതരാം ഐ ആം ദ ട്രൂത്ത്. ഈ ട്രൂത്ത് ശരിക്കും പറഞ്ഞാൽ ആ നല്ല കള്ളനോട് ഈശോ ആ ട്രൂത്ത് പറഞ്ഞതാണ്. കാര്യം അവനത് സ്വീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സ്വീകരിക്കാൻ തയ്യാറാകണമെന്നുള്ള പ്രശ്നം. സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞില്ല ഈശോ. മത്തായി 11:14 നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. അപ്പൊ ഈ വചനത്തിൻ്റെ അകത്തുള്ള എല്ലാ ഫേവേഴ്സ്, ആനുകൂല്യങ്ങൾ അത് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിസപ്ഷൻ കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതിൻ്റെ ഒരു ടെക്നിക്ക് അതാണ്. വചനത്തിൽ ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട്. അത് നമുക്ക് അവകാശവും അനുഭവവേദ്യമാകുന്നതിന് എന്ത് ചെയ്യണം? നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അതറിയാൻ പറ്റും. ഈ ഉടമ്പടിയിൽ വരുന്നൊരു വിഷയം, പ്രാർത്ഥനയ്ക്ക് ഇതിനൊരു 20% ചാൻസേ ഉള്ളൂ, ബാക്കിയെല്ലാം പ്രവർത്തനത്തിനാണ് കിടക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ ഉടമ്പടി ദൈവം നീതീകരിക്കണം, നമ്മൾ സ്വീകരിച്ചു എന്ന് പറയണത്. അപ്പോൾ ഉടമ്പടി സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സത്യസന്ധമായി ഇന്നലെ വന്നേക്കാൾ ശരിക്കും ഒരു യു ടേൺ വരികയാണ് നമ്മുടെ ജീവിതത്തിൽ. എന്താ കാര്യം?
നമ്മൾ ദൈവമായിട്ട് ഫിസിക്കലായിട്ട് കണ്ടുമുട്ടുകയാണ്. ഇപ്പം സാക്ഷ്യങ്ങളെല്ലാം കിടക്കണം അങ്ങനെയല്ലേ? എല്ലാ സാക്ഷ്യങ്ങളും ഒരു ആഴ്ച ഒരു 5 പേരെങ്കിലും നേരിട്ട് കിട്ടിയ ദൈവാനുഭവങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപാടുകളും അരുളപ്പാടുകളും അതുപോലെ അറിവുകളും എല്ലാം ഇങ്ങനെ ആൾക്കാർ പറയും. അപ്പോൾ വെച്ചാൽ അനന്തമായ ഒരു സാധ്യതയുമായിട്ടാണ് ഉടമ്പടി നമ്മുടെ മുമ്പിൽ ദൈവം ഈ കാലങ്ങളിൽ നിങ്ങളതിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതം കേവലം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ആധ്യാത്മിക ആചരണം നടത്തുന്നതിനേക്കാൾ ഉപരിയായി സത്യസന്ധമായി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ദൈവ അധിഷ്ഠിതമായ ജീവിതത്തിനായി എന്നെ ഒരുക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. എത്ര ദുർഘടമായ ജീവിത വിഷയങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതം ഇങ്ങനെ തുലാസി തൂങ്ങുന്ന പോലെ നിന്നാൽ പോലും നീ സത്യസന്ധമായ ഉടമ്പടിയിലാണെങ്കിൽ ദൈവം നിൻ്റെ ഏത് അവസ്ഥയിലും നിൻ്റെ കൂടെ വന്ന് നിൽക്കണേ കാണാം. അതാണ് ഈ ആഴ്ചത്തെ ഈ 3 സാക്ഷ്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വെളിപാടെന്ന് പറയണത്. കർത്താവേ, അങ്ങയുടെ മക്കൾ ഈ വചനം കേട്ടിട്ട് കൂടുതൽ ആഴമുള്ള ആത്മബന്ധം അങ്ങുമായി സ്ഥാപിച്ച് ഒരു പുതിയ കാല ദൈവ മനുഷ്യ ജീവിതത്തിന് അവർ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.